ഏവരുടെയും ജീവിതം വളരെ വ്യത്യസ്തം തന്നെയാണ്. എന്നാൽ പലർക്കും പൊതുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകാത്തതായ അവസ്ഥ. പല കാര്യങ്ങളും ജീവിതത്തിൽ വളരെ പ്രതീക്ഷ വച്ച് പുലർത്തിയിട്ടും ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രതീക്ഷ കാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം, പല വിധത്തിലും ആശങ്കകൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ എന്താണോ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അത് പലർക്കും മനസ്സിലാകണം എന്നില്ല. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. ഇനി എന്ത് എന്ന് ചിന്തിച്ചാൽ പലർക്കും ഒരു ഉത്തരം ലഭ്യമാകണം എന്നില്ല. പലർക്കും ജീവിതത്തിൽ ഒരു ആത്മശാന്തി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പലരും. നിങ്ങളുടെ മുന്നിൽ ഇവിടെ 2 പെട്ടികളാണ് തന്നിട്ടുള്ളത്. 2 പെട്ടികൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ ആദ്യത്തേതായ പെട്ടി സ്വർണ്ണപ്പെട്ടിയാണ് എങ്കിൽ രണ്ടാമത്തേത് വെള്ളിപ്പെട്ടിയാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ആ പെട്ടി തുറക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. വളരെയധികം പ്രതീക്ഷകൾ തന്നെയാകാം നിങ്ങൾക്ക് ഈ പെട്ടികൾ തുറക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. കാരണം വളരെ പ്രതീക്ഷയോടെയായിരിക്കാം ഈ ഒരു പെട്ടി നിങ്ങൾ തുറക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ എപ്രകാരം ബാധിക്കും, നിങ്ങളുടെ ജീവിതത്തെ അത് അനുകൂലമായാണോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടാകും. ആ ശക്തിയെ ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിൽ നിങ്ങൾ വിചാരിക്കണം. കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ശുഭം. അതിനാൽ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ആ ദേവതയെ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങൾ ധ്യാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നതായ അവസ്ഥകൾ അത് മനസ്സിലൂടെ ഒന്ന് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഈ സമയം നിങ്ങളുടെ മനസ്സ് ഒരു പെട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഈ സമയം നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ മനസ്സ് ഏത് പെട്ടിയിലേക്കാണ് ആകർഷിച്ചത് എങ്കിൽ ആ പെട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക, അഥവാ ആ പെട്ടി നിങ്ങൾ തുറക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ശക്തിയുടെ നാമം കമന്റായി ഏവരും രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കണം. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം. എങ്കിലാണ് ആ ഫലങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുക എന്ന കാര്യവും ഓർക്കണം. ജീവിതത്തിൽ ഏവർക്കും വളരെ പ്രതീക്ഷകൾ ഉണ്ടാകും. നിങ്ങൾക്കും തീർച്ചയായും ചില പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. മനസമാധാനം, സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകണം എന്നോ തിരികെ വരണം എന്നോ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാകാം നിങ്ങൾ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവവേദ്യമാകുന്നു എന്നത് തള്ളിക്കളയുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാത്തതായ ഒരവസ്ഥയുണ്ട്. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. വളരെയധികം ദുരിതങ്ങളോ പ്രയാസങ്ങളോ അനുഭവിച്ച് ഇനി ഒന്നും ജീവിതത്തിൽ അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് പോലും ചിന്തിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത വിഷമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. പലപ്പോഴും ഒരു പ്രശ്നം കഴിയുമ്പോൾ ആശ്വാസം ലഭിക്കാം. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ നേരെ മറിച്ചായിരിക്കും. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത ടെൻഷൻ. അത്തരത്തിൽ പല പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ പണം ലഭിക്കുന്നുണ്ടാകാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സന്തോഷ നിമിഷങ്ങളുണ്ട് എങ്കിലും അത് ആസ്വദിക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത്തരം കഷ്ടതകളും ദുരിതങ്ങളും ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ ഈ സമയം നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കണം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമാണ്, അത് അനിവാര്യമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നു എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകൾ, അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ കടന്നു വരാൻ, അല്ലെങ്കിൽ അത്തരം പല അനുകൂല സാഹചര്യങ്ങൾ കൈവരിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ, അല്ലെങ്കിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട് എന്ന ഒരു വിശ്വാസം ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ്. നിങ്ങളിൽ ആ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് പോലും. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ പല അവസരങ്ങളിലും നിങ്ങൾ അതെല്ലാം തരണം ചെയ്ത് എപ്രകാരം മുന്നോട്ട് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടാകാം. എനിക്കത് സാധ്യമായോ എന്ന് പോലും ചിന്തിച്ച് നോക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ മനസ്സിൽ പല കാര്യങ്ങളും ഉറപ്പിക്കേണ്ടതാണ്. അതായത് എനിക്കത് സാധിക്കും എന്ന രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് സാധ്യമാകുന്ന അവസരങ്ങളിലേക്ക് കടന്നു വരും. പല തടസ്സങ്ങളും അല്ലെങ്കിൽ ദുരിതപൂർണമായ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പിന്നോട്ടടിക്കുന്നതായ സാഹചര്യമുണ്ട്. പലതും ചെയ്യണം എന്നുണ്ട്, എന്നാൽ സാധിക്കാത്തതായ അവസ്ഥ. അത്തരം തടസ്സങ്ങൾ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു. ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങൾ മറികടക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ് വാസ്തവം. അതിന് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം, മനഃശക്തി, ആത്മവിശ്വാസം കടന്നു വരാം. ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ ദുരിതപൂർണമായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത്, അത്തരം കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ അത് ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വച്ചടിയുള്ള കയറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തുലോം കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത്തരമൊരു സാഹചര്യം തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. കാരണം അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്നതല്ല. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി വന്ന് ചേരുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അതിനാൽ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു ചാടി തീരുമാനിക്കാം എന്ന് തോന്നും. അത് എളുപ്പമല്ലേ, അല്ലെങ്കിൽ ചിലരുടെ പിന്തുണയാലോ അല്ലെങ്കിൽ ചിലരുടെ നിർബന്ധത്താലോ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. എന്നാൽ അത് പാടുള്ളതല്ല. സാമ്പത്തികപരമായ കാര്യങ്ങൾ അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി തീരും എന്നുള്ളതാണ്. ചില വ്യക്തികൾ ചതിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. എന്താണോ നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ വാങ്ങും എങ്കിലും
അത് ആവശ്യമുണ്ടോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. പിന്നീട് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ പോലും ഉണ്ടാകാവുന്നതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യം തന്നെയാണ് മുൻപിലുള്ളത്. നിങ്ങളുടെ ചില പ്രവൃത്തികൾ ധനപരമായ നഷ്ടത്തിനോ സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്ക് പോലും കാരണമായി തീരും എന്നൊരു സാഹചര്യമുണ്ട്. അതിനാൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴായിരിക്കില്ല, പിന്നീടായിരിക്കും നിങ്ങൾക്കതിൻ്റെ ശരിയായ വശം മനസ്സിലാവുക. അപ്പോഴേക്കും പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാനും ചെലവ് വർദ്ധിപ്പിക്കുവാനും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനങ്ങൾ നേടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കാവുന്നതാണ്. അത്തരം അവസരങ്ങൾ വന്നു ചേരാം. സമ്മാനങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളോ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ സമയം മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ പെട്ടിയായ വെള്ളിപ്പെട്ടിയാണ് നിങ്ങൾ തുറക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ ആ ബോക്സുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെ ആത്മവിശ്വാസത്തോടെയും ചുറുചുറുക്കോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധന നടത്തേണ്ടതാണ്. ഉണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ തന്നെ പല യുദ്ധങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ചിന്തകൾ, ആത്മസംഘർഷം അനുഭവിക്കുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ജീവിതത്തിൽ അത്രമേൽ ടെൻഷനുകൾ, അത്രമേൽ ചിന്തകൾ കാടുകയറുന്നതായ സാഹചര്യങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് എങ്കിൽ, അത്തരം വിഷമകരമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിപരമായി തന്നെ നീങ്ങുവാനും ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതിനാൽ തന്നെ ബുദ്ധിപരമായ നീക്കമാണ് ഇവിടെ ആവശ്യമായി വരിക. ധൈര്യം നിങ്ങൾക്ക് ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴുമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളിൽ അത് നിഴലിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പലപ്പോഴും അത് സാധ്യമാകാത്ത ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നത് പല വ്യക്തികളും ഉണ്ടാകാം. അവർ മൂലമോ അല്ലാതെയോ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ പ്രശ്നങ്ങളും നിങ്ങളെ പല വിധത്തിലും തളർത്തുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള വഴികളും നിങ്ങളുടെ കൺമുൻപിൽ തെളിഞ്ഞു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിച്ച് അവ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ആ ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ആ പോസിറ്റീവായ ചിന്തകളോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലരും നിങ്ങൾക്ക് ഒപ്പം നിന്നു എന്ന് വരാം.
പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും സന്താനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മറക്കുവാൻ സാധിക്കുകയും സന്തോഷകരമായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നിങ്ങൾ ജീവിതത്തിൽ എത്രമേൽ ദുഃഖങ്ങൾ അനുഭവിച്ചുവോ അതിനനുസരിച്ചോ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാൻ സാധിക്കും വിധം ചില സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ ഉള്ളത്. ആശ്വാസം ലഭിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. പല പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന, അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുക എന്നത് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം. ഏതൊരു സമയത്താണ് എങ്കിലും അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ ചിന്തകളാൽ നിങ്ങൾക്ക് പ്രവൃത്തികൾ ചെയ്യുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ആഗതമായിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിൽ കുടികൊള്ളുന്നതായ ആ അനുഗ്രഹങ്ങൾ, ആ ഈശ്വര കടാക്ഷം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം, ആ അനുഗ്രഹത്താൽ നിങ്ങൾ മുന്നേറുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ ഒരിക്കലും എത്തില്ല എന്ന് വിചാരിക്കുന്ന, ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം ഈ സമയം അനിവാര്യമാണ്. അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അത്ഭുതം, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് പോലും അത്ഭുതം തോന്നും വിധം ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പല കാര്യങ്ങളെയും മനസ്സിലാക്കുകയും, അതായത് നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ലക്ഷ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ, ആ ലക്ഷ്യം കൈവരിക്കുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് അനുഭവവേദ്യമാവുക എന്നതാണ് വാസ്തവം. അതിന് കാലതാമസം ഉണ്ടാകണം എന്നില്ല. പലപ്പോഴും തെറ്റായ വഴികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. അത് ചിലരുടെ ഉപദേശത്താൽ പോലുമാകാം. എന്നാൽ ഈ സമയം നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആയതിനാൽ തന്നെ ശരിയായ പാതയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് അനിവാര്യമാണ്. ഉയർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ കടന്നു വരും. അതിനെ എനിക്ക് സാധിക്കും, ഞാൻ വിശ്വസിക്കുന്ന ശക്തി അതിനെന്നെ അനുഗ്രഹിക്കും എന്ന വിശ്വാസം എപ്പോഴും ഉണ്ടാകണം. അതിശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നാവുന്ന വിജയങ്ങൾ, നേട്ടങ്ങളാണ് എങ്കിലും നിങ്ങളെ ചിലത് കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ചതികളെ നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും സംഭവിക്കാതിരിക്കുവാൻ അത്തരം കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. ചില വിഷമതകളെ നിങ്ങൾക്ക് പെട്ടെന്ന് തരണം ചെയ്യുവാൻ സാധിക്കും എങ്കിൽ പോലും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണോ നയിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും പല കാര്യങ്ങളോടും പൊറുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ഏവരെയും സ്നേഹിക്കുന്നവരാണ് എന്നത് സത്യമായ ഒരു കാര്യമാണ്. പലർക്കും അത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. പലരെയും സഹായിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നതും വാസ്തവമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിങ്ങൾ തളർന്നു പോകാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് അതിന് കൃത്യമായ വില നിങ്ങളിലേക്ക് കടന്നു വരികയും എവിടെയാണോ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും.
നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വഴികളിലൂടെ ധനം നേടിയെടുക്കുവാൻ സാധിക്കും. ആ കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്ത് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക.